നമ്മൾ ഇന്നിവിടെ വെക്കാൻ പോകുന്നത് പുളിയിഞ്ചിയാണ്. 2-3 പേര് എന്നോട് പറഞ്ഞേക്കുന്നതാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പുളിയിഞ്ചി വെക്കുന്നത്. അപ്പോൾ നമുക്ക് വെക്കാം. ആദ്യം എണ്ണ ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് കടുക് ഇടുക. കടുക് പൊട്ടി കഴിയുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇട്ട് കരിയാപ്പില ഇടുക. പിന്നെ 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കുരുകുരാന്നരിഞ്ഞ് ഇഞ്ചി ഇട്ട് മൂപ്പിക്കുക. ഇഞ്ചി മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൂട്ടുക. അത് കഴിയുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിളക്കി കഴിഞ്ഞ് നമുക്ക് ഉരുണ്ട പുളിയെടുത്ത് വെള്ളത്തിലിട്ടാൽ അത് ചൂടുവെള്ളം ഒഴിച്ച് ഞെരടുക. ഞെരടി കഴിയുമ്പോൾ അത് നമുക്ക് ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ശർക്കരപ്പാനി ഒഴിക്കുക. ശർക്കരപ്പാനി ഒഴിച്ച് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക, കായപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് ഇപ്പോൾ പുളി ഇഞ്ചി റെഡിയായി. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അഭിപ്രായം പറയണേ.